അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം. നമുക്ക് എല്ലാവർക്കും മനപ്പോടായുള്ള ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം. അതിൽ നമ്മുടെ ശിഷ്യന്മാർ പത്രോസും യോഹന്നാനും കൂടി പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഒരു പെന്തക്കോസ്ത് നാൾ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അഭിഷേകത്താൽ അവരിങ്ങനെ ശംബ റൂഹ ദീയ റൂഹ എന്ന് പറഞ്ഞിങ്ങനെ ഇല്ലേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അടുത്തിരിക്കുന്ന വ്യക്തികളുടെ അടുത്ത് കൈപിടിച്ചുകൊണ്ട് പറയാം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയും. വെറുതെ ഇരിക്കാൻ പറ്റില്ല, അവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അവർക്കിങ്ങനെ ഭ്രാന്തായിട്ടല്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഒരു മിനിറ്റ് പോലും അവർ പാഴാക്കി കളയില്ല, വേസ്റ്റാക്കി കളയില്ല. അവർക്കിങ്ങനെ ഇങ്ങനെ എന്താ പറയുക, തൃശ്ശൂർ പറയും വാണം കത്തിച്ച പോലെ ഓടിക്കൊണ്ടിരിക്കുക അവര്. അപ്പൊ പത്രോസ്, മുക്കുവനായ പത്രോസ്, 60 വയസ്സായ പത്രോസ് ഇങ്ങനെ പരിശുദ്ധാത്മാവ് തന്ന അഭിഷേകത്തോടെ ഇങ്ങനെ നടക്കുകയാണ് പവർഫുള്ളായിട്ട്. അവർ ജെറുസലേം ദേവാലയത്തിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോകുമായിരുന്നു. ഗോൾഡൻ ഗേറ്റ്, സുന്ദര കവാടം എന്ന് വിശേഷിക്കപ്പെടുന്ന ആ ഗേറ്റിലൂടെ പത്രോസും യോഹന്നാനും കടക്കുമ്പോൾ മുടന്തനായ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിരുത്തുക പതിവുകളായിരുന്നു. ഈ മുടന്തനായ വ്യക്തിയെ അവിടെ കൊണ്ടിരുത്തും. അപ്പൊ ഇവര് വരുന്ന സമയം ഇവരുടെ ആഹ്ലാദം കണ്ടപ്പോൾ, നിങ്ങൾ കണ്ടോ മുക്കോമാർക്ക് മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചാകര കിട്ടി കഴിഞ്ഞാൽ ഇവിടെ മുഖത്തുള്ള സന്തോഷം എങ്ങനെയല്ലേ? ഉച്ചത് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ പത്രോസും യോഹന്നാനും വലിയ നിധി കിട്ടിയിരിക്കുകയാണ്. അവർ നിധി എന്നറിയോ, അതുവരെ അവർ ലോകത്തെ കയ്യിൽ പിടിച്ച് ലോകവും ദൈവവുമായി നടന്നു. അവസാനം പരിശുദ്ധാത്മാവ് സെക്കൻഡ് ഒട്ടിശാലിൽ വെച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ തീന്താളുകളെ നാവത്തിൽ വന്ന് അവരിലേക്ക് കടന്നു വന്നപ്പോൾ പറഞ്ഞു കൊടുത്തു, ലോകത്തിലത്തെ ഒരു സാധനം നല്ലതല്ല, അതൊക്കെ നശിച്ചു പോകുന്ന സാധനം, യഥാർത്ഥ നിധി എന്ന് വേറെയാ. ഈ ഒരു അഭിഷേകം അവർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ വരുന്ന സമയത്താണ് ഭിക്ഷക്കാരൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് എന്തോ ചാകര കിട്ടിയിട്ടുണ്ട്, ഇഷ്ടംപോലെ കാശുണ്ടെന്ന് തോന്നുന്നു. ഇവരെ കണ്ടപ്പോൾ പത്രോസിനും യോഹന്നാനും കണ്ടപ്പോൾ ചോദിച്ചോ, എനിക്ക് എന്തെങ്കിലും തരണേ എന്ന്. സത്യത്തിൽ നമ്മളിപ്പോൾ അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരിക്കണേ. ഈ ധ്യാനത്തിന് വന്നിരിക്കുമ്പോൾ നമ്മൾ ഇതേ മനോഭാവം തന്നെയല്ല നമ്മളിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും, അപ്പാ എനിക്ക് എന്തെങ്കിലും തരണേ, ബ്രദറെ, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ, എൻ്റെ കടം മാറട്ടെ, എൻ്റെ രോഗം മാറട്ടെ. ഇങ്ങനെ അമ്മ 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 എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അടുത്തിരിക്കുന്ന വ്യക്തിയെ കൈപിടിച്ചെന്ന് പറയാ, നീ ഇങ്ങനെ ഭിക്ഷക്കാരനാകാനല്ല ദൈവം ജനിപ്പിച്ചതെന്ന് പറയും. നീ ഇങ്ങനെ ഭിക്ഷക്കാരനാകാനല്ല ദൈവം എന്നെ ജനിപ്പിച്ചത്. പത്രോസിനെ പോലെ അഭിഷേകത്തോടെ നമ്മൾ കടന്നു വരുന്നു. 2 തിമോഥെയോസ് 1:6. എന്റെ കയ്യൊപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും നീ ഉത്സാഹിപ്പിക്കുക. എന്തെന്നാൽ ഞാൻ നിനക്ക് നൽകുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെയോ ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെ ദൈവം നിനക്ക് തന്നുള്ളത്. കഴുതിയുടെ താടി എല്ലെടുത്തുകൊണ്ട് 1000 പേരെ അടിച്ചു കൊന്ന സാംസനെ പോലെ 300 കുറുനരികളെ ഈ ഇന്നത്തെ വാടയിൽ പന്തം ചുറ്റുകൊണ്ട് ഫിലിസ്ത്യരുടെ തോട്ടം നശിപ്പിച്ച സാംസണിലേക്ക് കടന്ന അതേ അഭിഷേകം, അതേ ശക്തി, അതേ പവർ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ഒന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഭീരുവല്ല ഒരു ക്രിസ്ത്യാനി. ചങ്കുറ്റത്തോടുകൂടെ എന്തിനും അഭിമുഖീകരിക്കാനുള്ള ഒരു അഭിഷേകം, അനോയിന്റിങ്, പവർ ഒരു വ്യക്തിക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ശക്തിയെ കുറിച്ച് നമുക്ക് തിരിച്ചറിയുന്നില്ല. ഞാൻ ആരാണെന്ന് ഞാൻ അറിയുന്നില്ല. ഇതാ പ്രശ്നം. ആമേ ആമേ. സന്തോഷം പറഞ്ഞു ഹല്ലേലൂയ. ഒരു സംഭവം ഉണ്ടായത് ഇങ്ങനെയാണ്. ഞാൻ നവീന അനുഭവത്തിലേക്ക് ജസ്റ്റ് വന്ന സമയമാണ്. ആ സമയത്ത് ഞാൻ എന്താ പറയുക, ക്ലാസ് എടുത്ത് ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടി ഇങ്ങനെ നടക്കാൻ പറ്റാതെ ഇങ്ങനെ വടിയും പിടിച്ചിങ്ങനെ എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ കടന്നു വരിക. അവൾ ഒന്ന് ഇരുന്നു, അവളെ വടികളൊക്കെ മാറ്റി എന്നിട്ട് അവൾ പറയണം, എൻ്റെ ബ്രദറിൻ്റെ പ്രസംഗമൊക്കെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് അത്ഭുതവും മലയാളമൊക്കെ വളരെ വലിയ ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്തിനാ പാവപ്പെട്ട ജനത്തെ പറ്റിക്കണേ? ചെന്ന മോളെ കുറച്ച് ചോദിച്ചു, ഈ രോഗശാന്തി അത്ഭുതങ്ങളോ പിശാച് ഓടുന്നൊക്കെ പറഞ്ഞ് തെറ്റല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിനക്ക് എന്നാ പ്രശ്നം, നീ എന്നാ ചെയ്യണേ? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് കോഴ്സ് എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചത് എന്നാ പറ്റി?
അപ്പോൾ 21 വയസ്സ് പ്രായമുണ്ട്, ഡിഗ്രി 20, പിന്നെ സെക്രട്ടറിക്ക് 21 വയസ്സ് പ്രായമുണ്ട്. പക്ഷെ എന്നെ പറ്റി വെച്ചപ്പോൾ പറയാണ്, ഞാൻ ചെറുപ്പത്തിൽ 1 വയസ്സുള്ളപ്പോൾ പോളിയോ ബാധിച്ച് തളർന്നു പോയതാണെന്നാണ്. അതുകൊണ്ട് എനിക്കൊരു വിഷമമില്ല ബ്രദറെ. എന്നെ കണ്ട് 2 പേര് 88 വിളിക്ക് കൊണ്ടുവന്ന് ബസ്സിൽ കയറി അപ്പം സീറ്റ് എനിക്ക് കിട്ടും, ഒരു കുഴപ്പം എനിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. അപ്പം എനിക്ക് 34 വയസ്സ്. ബ്രദറെ, നാണം കടത്തുന്ന പരിപാടിയാണോ ചെയ്യാൻ പോണേ? യേശു ഞാൻ എന്താ ചോദിച്ചു, ഇത്രയും പേര് കൗൺസിലിംഗ് അവിടെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിന്നെ കർത്താവ് സുഖപ്പെടുത്തുന്നത് ഞാനും നീയും ഇവിടെയുള്ളവരും മുഴുവൻ കാണും. പക്ഷെ അതിന് മുന്നേ ഞാൻ കർത്താവിനോട് ഞാൻ ചോദിച്ചോട്ടെ, ഈ അഭ്യാസം നടത്തണോ വേണ്ടയോ? ഒന്നവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. മറച്ചു നോക്കിയപ്പോൾ അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന വചനം ഈ മുടന്തനെ സൗഖ്യം കിട്ടുന്ന അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായമായിരുന്നു. ഈ അധ്യായം വായിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പത്രോസും യോഹന്നാനും കടന്നു വരുമ്പോൾ മുടന്തനിരിക്കുന്നതും ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ടപ്പോൾ അവൾ പറയാ, ജോയ്സം ബ്രദറെ, അത് പത്രോസും യോഹന്നാനാ, അത് 2000 വർഷങ്ങൾക്ക് മുന്നത്തെ കഥയാ, ചുമ്മാ നാറാൻ നിൽക്കരുത്. ഞാൻ ഇവള് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ പരിശുദ്ധാത്മാവോട് ചോദിച്ചു, പരിശുദ്ധാത്മാവേ, ഈ പെണ്ണ് ജീവിതത്തിൽ നടന്നിട്ടില്ല, ഒക്കെ അങ്ങനെ ഇരിക്കണേ, വചനം സത്യ നീ ചെയ്യാൻ പറഞ്ഞു. ഓ എൻ്റെ ദൈവമേ, ഞാൻ 2 കൽപ്പിച്ച് ശുശ്രൂഷയിലേക്ക് വന്ന സമയം ഇങ്ങനെ തളച്ച് നിൽക്കുക, എൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ നിൽക്കുക. ഞാൻ കണ്ണടച്ച് ചോദിച്ചു, ഒന്നുകൂടി കർത്താവ് ശക്തി തന്നെ. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞ, പത്രോസ് പറഞ്ഞു, അതിലെ ഭിക്ഷ യാചിച്ചപ്പോൾ ഭിക്ഷക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ പോക്കറ്റിലേക്ക് നോക്കട്ടെ. പോക്കറ്റ് നോക്കി, എൻ്റെ കയ്യിൽ 10 രൂപയുണ്ട്. പക്ഷേ പത്രോസ് യോഹന്നാനോട് ചോദിച്ചു, വല്ലതും ഉണ്ടോ കയ്യിൽ? ഞങ്ങൾക്ക് 2 പേർക്കും നിൻ്റെ കയ്യിൽ തരാൻ വേണ്ടി സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല. അപ്പം അയാൾ ആകാംക്ഷ മുഴങ്ങി. പക്ഷെ ഒന്നുണ്ട്. എന്തുണ്ട്? ഒന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ പങ്കായം പിടിച്ച തഴമ്പുള്ള ഈ കൈയൊന്ന് നീ പിടിച്ച്. എന്തിനാ നീ പിടിച്ച്? നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ അവിടെ എഴുന്നേറ്റ്. ഈശോ സുന്ദര കവാടത്തിനരികെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്ന, ആ വർഷങ്ങളെ ഭിക്ഷ യാചിച്ചിരിക്കുന്ന മുടന്തനായ വ്യക്തി ഇതാ മെല്ലെ 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 എഴുക്കുന്നു, കാലുകൾ നിവർന്നു നിൽക്കുന്നു. യേശു! ജനം മുഴുവൻ, ജെറുസലേം ദേവാലയത്തിലേക്ക് വരുന്ന ജനം മുഴുവൻ നോക്കി, ഈശോയെ എന്തൊരു അത്ഭുതമാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലെ ഞാൻ നവീകരണത്തിൽ വന്ന അന്ന് മുതൽ ഉപേക്ഷിച്ചതാ സമ്പത്ത്. അതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ കയ്യിൽ നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല, പക്ഷെ ഒന്നുണ്ട്. ഞാൻ ഇപ്പോൾ 1 വർഷമായിട്ടുള്ളൂ നവീകരണത്തിലേക്ക് വന്നിട്ട്. അന്ന് ഈ അനുഭവത്തിന് വിളിച്ചിട്ട് പറയാണ്, നീ എൻ്റെ കൈ വേണ്ട, എൻ്റെ കൈ നീ പിടിക്കണ്ട, എനിക്ക് ഭാര്യ മക്കളുണ്ട്, നീ കൈ പിടിക്കണ്ട. ഞാൻ പറഞ്ഞു, നീ എഴുന്നേൽക്ക് ബ്രദറെ, എഴുന്നേൽക്കാൻ പറഞ്ഞാൽ നീ എഴുന്നേൽക്ക്. എൻ്റെ ദൈവമകളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ മഹാത്ഭുതം അത്. അങ്ങനെ ഒരു അത്ഭുതം വരെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. എന്ന് പറയാം, ആ ജീവിതത്തിൽ നടക്കാതെ പോളിയോ ബാധിച്ച് കിടന്ന ആ പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ അവളിങ്ങനെ എഴുന്നേറ്റ് നീ വീഴില്ല, നീ വീഴുന്നിട്ടോ, എൻ്റെ കൺമുമ്പിലെ അവളെ കാലുകളിൽ നീ വരുന്നു, ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നു. നല്ലതേ പറയുക. അതെ, ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നീ നടക്കുമെന്ന് പറഞ്ഞു. അവളിങ്ങനെ മെല്ലെ 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 ഇങ്ങനെ വടിയില്ലാതെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് ഹോസന അവളെ കൈ ഇങ്ങനെ നീരുന്നു. അവൾ പറഞ്ഞു, ബ്രദറെ, ഇത് ഈ ലോകം തന്നെയാണോ അത് സ്വർഗമാണോ? അവിടെ ഇരുന്ന കൗൺസിലിംഗ് ഇരുന്ന ജനങ്ങൾ മുഴുവൻ ഉറക്കെ ഓളിയിട്ട് കരയാൻ തുടങ്ങി. എന്നതേ കാണുന്നത്, ഈ 10-21 വയസ്സായ പെൺകുട്ടി, വളഞ്ഞു തിരിഞ്ഞ പെൺകുട്ടി, യേശു നാമത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് സുന്ദര കവാടത്തിൽ എഴുന്നേറ്റ് നടന്ന അതേപോലെ എഴുന്നേറ്റ് നടക്കുക. അനീഷോട് പറയാണ്, ബ്രദറെ, എനിക്ക് ആ സ്റ്റെപ്പ് ഒന്ന് ഓടിക്കയറണം. നീ കയറിക്കണേ, ഒരു കുഴപ്പമില്ല. അവൾ ചാടിക്കയറ.
അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ പിടിച്ച് പറയാം, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട് മകളെ.